വിശ്വനാഥൻ ജനീഷിനോടാണ്. അപ്പോൾ എനിക്കൊന്ന് ഈ മന്ത്രിസഭയുടെ ആദ്യ ദിവസം ഞാൻ ശ്രദ്ധിച്ചപ്പോഴേ തിരിഞ്ഞു നോക്കി അവരെന്തൊക്കെ ചെയ്തു എന്ന് അന്വേഷിക്കാൻ താല്പര്യമില്ലാത്തതുപോലെ ഉണ്ട് ആദ്യത്തെ ദിനം കണ്ടപ്പോൾ. ഒരു പകപോക്കലോ അതിൽ ജനങ്ങൾക്ക് താല്പര്യം, അതിൻ്റെ അർത്ഥം പിന്നെ കുഴപ്പങ്ങളുണ്ടെങ്കിൽ അതിലെന്നല്ല. പക്ഷെ അതല്ല കോൺസെൻട്രേഷൻ. ജനങ്ങൾ അതിനേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്ന കാര്യത്തിൽ നമ്മൾ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്, അതിൽ നമ്മൾ എന്തെല്ലാം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അത് ആദ്യ ദിവസം തന്നെ ഇത്രയും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ആദ്യ ക്യാബിനറ്റിൽ തന്നെ ഇത്രയും പിന്നെ ക്ഷേമ പ്രഖ്യാപനങ്ങൾ അതെ 1 ലക്ഷത്തിലധികം ആളുകളിലേക്ക് എത്തുന്ന ക്ഷേമ പ്രഖ്യാപനങ്ങൾ, പരിപാടികൾ പ്രഖ്യാപിക്കാനും അതിലേക്ക് പോകാനും കഴിഞ്ഞത് ഒരു വലിയ കാര്യമാണ്. അതൊരു ദിശയാണ്. ഈ ഗവൺമെൻറ് ഏത് വഴിക്കാണ് പോകാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ദിശ ആദ്യ ക്യാബിനറ്റിൽ തന്നെ ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയും. അല്ലാതെ രാഷ്ട്രീയ പ്രേരിതമായ വേട്ടയാടലുകളുടെ പിന്നാലെ പോകുന്നതിനൊന്നും ജനത്തിന് താല്പര്യമില്ല. അതൊക്കെ ജനീഷ്, ഈ നമ്മുടെ ഈ നേതാക്കന്മാരുടെ പ്രസംഗ രീതികളും പുതിയ സംഭവങ്ങളും ഒന്നുപോയി. അതായത് ഈ പുതിയ ജനസിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തക്ക രീതിയിലല്ല എന്നിപ്പോൾ ചെന്നൈയിലൊക്കെ അതൊരു പ്രശ്നമായിരുന്നു. കാര്യം വിജയ് പറയുന്നത് അവർക്ക് മനസ്സിലാകുന്നു, മറ്റുള്ളവർ പറയുന്നത് മനസ്സിലായില്ല. ഇവിടുത്തെ ചില നേതാക്കന്മാരും പ്രസംഗിക്കുന്നത് എനിക്ക് തോന്നുന്നു 60കളിലും 70കളിലും 80കളിലും നമ്മൾ കണ്ട പ്രസംഗത്തിൽ നിന്ന് വലിയ മാറ്റമൊന്നുമില്ല. നമുക്കൊക്കെ ഈ പ്രായമായതുകൊണ്ട് നമ്മളിവിടെ എല്ലാം പ്രസംഗം കുറേ കേട്ടാണത്. അപ്പോൾ അത് എനിക്കൊന്ന് പുതിയ ചെറുപ്പക്കാരിലും ചെറുപ്പക്കാരികളിലും ഒരു തൊഴിലില്ലായ്മയും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ജനീഷ് എങ്ങനെയാണ് അവരെ നോക്കിക്കാണുന്നത്? എന്തായിരിക്കും ജനീഷിൻ്റെ മനസ്സിൽ? ഇപ്പോൾ മന്ത്രിയാകാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ചെറിയ ഉത്തരവാദിത്വമല്ലല്ലോ. അല്ല, പൊതുവിൽ പിന്നെ എല്ലാവരും പറയും ജെൻസി തലമുറയ്ക്ക് വളരെ പൊളിറ്റിക്കലാണ്, പൊളിറ്റിക്സ് ഇല്ല, രാഷ്ട്രീയമില്ല. പക്ഷേ അവർക്ക് രാഷ്ട്രീയമില്ലാത്തതുകൊണ്ടല്ല, അവർ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് രാഷ്ട്രീയം അവതരിപ്പിക്കുന്നതിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് വരുന്നൊരു പോരായ്മയാണ് പലപ്പോഴും അവരും തമ്മിലുള്ള ഒരു ഡിസ്കണക്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ ജെൻസി വിഭാഗത്തിൻ്റെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് UDF-നാണെന്നുള്ളത്. അപ്പോൾ ഞാൻ ഉൾപ്പെടെ ഇതിൻ്റെയൊക്കെ ഗുണഭോക്താക്കളാണ്. എൻ്റെ നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടെ എനിക്കത് വളരെ പ്രകടമായി തോന്നിയ ഒരു കാര്യം കൂടിയാണ്. കാരണം കുറേ കൂടിയൊക്കെ അവരുമായി കണക്ട് ചെയ്യാവുന്ന കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ തന്നെ പിന്നെ 2 അവതരണ രീതികളൊക്കെ തമ്മിൽ സ്വാഭാവികമായിട്ട് ഒരു താരതമ്യം ചെയ്യുമല്ലോ. ആ താരതമ്യം നടക്കുമ്പോഴൊക്കെ UDF-ൻ്റെ നേതാക്കന്മാർ സംസാരിക്കുന്നതും പറയുന്ന രീതികളും പിന്നെ പൊതുവിൽ ആളുകളോട് സംസാരിക്കുന്ന രീതി, ഇപ്പോൾ പുതിയ തലമുറയൊന്നും വല്ലാതെ ക്ഷുഭിതരായി പെരുമാറുന്ന നേതാക്കന്മാരെയൊന്നും ആഗ്രഹിക്കുന്നൊന്നുമില്ല. ഈ തൊട്ടാൽ പൊട്ടിത്തെറിക്കുന്ന രീതിയിലേക്കുള്ള പെരുമാറ്റമൊന്നും പുതിയ തലമുറയിലെ ചെറുപ്പക്കാരൊന്നും ഉൾക്കൊള്ളുന്ന പോലും ഉണ്ടാവില്ല. അവരെല്ലാം ആഗ്രഹിക്കുന്നതൊക്കെ കുറേ കൂടി അവർക്ക് കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന ലീഡർഷിപ്പുകൾ വരണം തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.